യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. ആ മാറോടു ചേർന്നിരുന്ന ഭയമില്ലേ. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിയിടും, മധുരമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല, അന്ത്യം വരെ ആ ചൂടുമതി യേശുവിൻ്റെ കൂടെ മതി. ഇരുളേറും രാത്രിയിൽ വഴിയേതെന്നറിയില്ല, തിരയുയരും യാമത്തിൽ തീരമൊന്നും കാണില്ല. ഒന്നു ഞാൻ അറിയും, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ടു കാവലായി. ഒന്നു ഞാൻ അറിയും, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ടു കാവലായി. പെരുവെള്ളവും തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. ആ മാറോടു ചേർന്നിരുന്നാൽ ഭയമില്ലേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. ആ മാറോടു ചേർന്നിരുന്നാൽ ഭയമില്ലേ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെ സമയത്ത് അറിയിക്കുന്നു. സങ്കീർത്തനങ്ങൾ 34:7. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. സ്വജന സംരക്ഷണത്തിനു വേണ്ടിയുള്ള യഹോവയുടെ കരുതലാണ് ഈ സങ്കീർത്തനത്തിൽ വിവരിക്കുന്നത്. സങ്കീർത്തനക്കാരൻ പറയാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നിട്ട് പറയാം, എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ. നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. എൻ്റെ എല്ലാ ഭയങ്ങളിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ചു. എന്നിട്ട് പറയണം, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല. നിങ്ങളേതെങ്കിലും തകർച്ചയിലോ വിഷയത്തിൻ്റെ മുഖത്തോ ഒരു ഭാരത്തിലൊക്കെ ആയി തന്നെ കേൾക്കുന്നെങ്കിൽ യേശുക്രിസ്തു മുഖാന്തരം പിതാവിലേക്കൊന്ന് നോക്കാം. എന്നാൽ നിങ്ങളുടെ മുഖം പ്രകാശപൂർണമായി തീരും. ലജ്ജിച്ചു പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. എന്നിട്ട് പറയണം, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ട് അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യെസ്, രക്ഷിക്കും സകല കഷ്ടങ്ങളിൽ നിന്നും. യേശു ക്രിസ്തു എന്ന പേരിൻ്റെ അർത്ഥം തന്നെ യേശു എന്ന് പറഞ്ഞാൽ രക്ഷകൻ. മുഴുവൻ ലോകത്തെയും പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്നത് കൊണ്ടാണ് യേശു എന്ന പേർ വിളിച്ചത്. പേരിൻ്റെ അർത്ഥം അതാണ്, രക്ഷകൻ. പൂർണ്ണമായി തന്നിൽ ആശ്രയിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ യേശു പ്രാപ്തനാണെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ യേശുവെ എന്ന് വിളിച്ച് ദൈവമക്കളായി തീർന്നവർക്കൊരു സംരക്ഷണമുണ്ട്, ഒരു കാവലുണ്ട്. രക്ഷിക്കപ്പെടുന്നവർക്ക് ബൈബിളിൽ പറയുകയാണ്, അവർക്ക് ദൂതന്മാർ സേവക ആത്മാക്കളായിട്ടുണ്ട്.
അപ്പം തന്നെ ഇവിടെ പറയാണ്, അവനെ സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ രക്ഷിച്ചു. യെസ്, സകല വിഷയത്തിനും. നിങ്ങളിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഏത് വിഷയമാണോ അതിൽ നിങ്ങളെ രക്ഷിക്കാൻ യേശുവിന് കഴിയും. യേശു ക്രിസ്തുവിന് അസാധ്യമായതൊന്നുമില്ല. എന്നിട്ട് പറയണേ, യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവയുടെ ദൂതൻ എന്ത് ചെയ്യുകയാണ്? ഭക്തന്മാരുടെ ചുറ്റും ഇങ്ങനെ പാളയിറങ്ങി അവരെ വിടുവിക്കുകയാണ്. എന്നിട്ട് പറയണേ, യഹോവ നല്ലവനാണ്, അത് രുചിച്ചറിയണം. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യേശു ക്രിസ്തു മുഖാന്തരം ദൈവം പിതാവായി മാറുന്നവരുടെ കാര്യമാണ് പറയുന്നവർ. അങ്ങനെയുള്ളവർ ഭാഗ്യവാന്മാരെന്നാണ് പറയുന്നത്. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവി. എന്നിട്ട് പറയണം, ബാലസിംഹങ്ങൾ അവൻ്റെ ഭക്തന്മാർക്കൊന്നിനും മുട്ടില്ലല്ലോ. ഭക്തന്മാരുടെ ജീവിതത്തിൽ മുട്ടുവരാതെ വേണം കർത്താവരെ സൂക്ഷിക്കും. എന്നിട്ട് പറയണം, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല എന്ന് വിശ്വസിച്ചാട്ട് ധൈര്യമായിട്ടിരുന്നാട്ട് പ്രാർത്ഥിക്കാം. പിതാവെ പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിലൂടെ ഇന്ന് ദൈവമക്കളായി തീർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കർത്താവിൻ്റെ സംരക്ഷണം ഉള്ളതിനായി സ്തോത്രം. കർത്താവിൻ്റെ ദൂതൻ കർത്താവെ ഞങ്ങൾക്ക് പാളയമിറങ്ങി ഞങ്ങളെ വിടുവിക്കുന്നതിനായി സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് സകല കഷ്ടങ്ങളിൽ നിന്നും യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ രക്ഷിച്ചിരിക്കുകയായി സ്തോത്രം. ബാലസിംഹങ്ങൾക്കും ഇര കിട്ടാതെ വിശന്നിരിക്കുമെങ്കിലും കർത്താവെ ഞങ്ങൾക്ക് ഒരു നന്മയ്ക്കും കുറവില്ലെന്ന് കർത്താവ് ഇന്ന് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. ഞങ്ങൾക്ക് ഉറപ്പും ധൈര്യവും തരണേ. ഇതിനെ കേൾക്കുന്ന രോഗികളെ യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരുകാല സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ. ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാട് യേശുക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. ഓരോ ചുവടും അത്ഭുതമേ, യേശു തരും അനുഭവമേ, നന്ദി ചൊല്ലി തീർക്കുവാനാവതില്ല തെല്ലുമേ. ഇരവിലും പകലിലും യേശു എൻ്റെ പാലകൻ, വീട്ടിലെത്തുവോളം എന്നെ കൈവിടാത്ത സ്നേഹിതൻ. നിത്യസ്നേഹമേ, നിസ്തുല്യ സ്നേഹമേ, നിത്യതയോളം നിലനിൽക്കും ബന്ധമേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാർവോടു ചേർന്നിരുന്ന ഭയമില്ലേ.